എടാ എടാ അവസാനമായിട്ടൊന്ന് വരുന്നുണ്ടത്രേ, അതിനൊന്ന് നോക്കടാ. വന്നു തന്നെ മതി. ഹായ്. You must see her. Something like ബാഹുബലി. എടാ നല്ല തക്കാളി പോലെ ഉണ്ടടാ. ഞാനിതാ വരുന്നു. വെയിറ്റ് വെയിറ്റ് പ്ലീസ്. ഹായ് 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 ഹായ്. കണ്ടു, ബാഹുബലിയെ ഞാൻ കണ്ടു. നീ കണ്ടോ? കണ്ടുകൊണ്ടിരിക്കുകയാണോ? പെട്ടെന്ന് പൊക്കിയേക്ക്. എന്നാ അങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ രമ്യ. പേപ്പറിൽ ആഡ് കണ്ടിരുന്നു. ലെവല് ശരിക്കും കൊള്ളാലോ. ഓക്കേ, അതവിടെ നിക്കട്ടെ. നിങ്ങളുടെ വയസ്സ് എത്രയാ? കല്യാണ പ്രായം തന്നെ. അവള് ചിരിക്കുന്നത് കണ്ടോടാ. അല്ല, പ്രായ കൂടുതൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതെവിടെ നടക്കാത്ത ഒന്നുമല്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാ, ഈ സ്വത്തെല്ലാം കണ്ടോണ്ട് കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഒരു ഡൗട്ട്. പണമൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിനുണ്ട്. ഉടുത്തിരിക്കുന്ന മുണ്ടോടെ ഇങ്ങോട്ട് വരാൻ പറ. മേലെ ഷർട്ട് വേണ്ടേ? രാജു ഇപ്പോഴാണ് മീറ്ററിൽ വരുന്നത്. നീ സംസാരിച്ചുകൊണ്ടേയിരിക്കേ. ചെയ്തേക്കേ. സാരല്ല, നിങ്ങൾക്ക് ഇത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. സോറി മോളെ, ഇപ്പൊ തന്നെ നമുക്ക് ബന്ധം ഉറപ്പിക്കാം. ഓക്കെ ആണല്ലോ, പിന്നെ സംശയമൊന്നും വരില്ലല്ലേ? ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ആ ദൈവം ഉണ്ടല്ലോ. തട്ട് മാറ്റടാ മൊട്ടെ. വാക്ക് മാറ്റി പറയില്ലല്ലോ. ഉറപ്പായിട്ടും മാറ്റി പറയില്ല. നോ എക്സ്ചേഞ്ച് ദ ലവ്. സാരലാമേ വന്നോളൂ. ആഹാ, ഓഹോ, ആരാ മോളെ ഈ മദാലസ? ഇവരാണ് എന്റെ ഹോട്ടി സർലാമ. ആക്ച്വലി ഇവര് കുറച്ച് ഷൈ ടൈപ്പ് ആണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിച്ച്. എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ഇതുവരെ ചെറുക്കനെ കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കണം. അതിന് നീ ജീവനോടെ വേണ്ടേ? നോ 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 നോ. ചെറുക്ക നാട്ടിലില്ലെന്ന് പറ. ചെറുക്ക അടുത്ത ആഴ്ച വരൂ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഇപ്പൊ നിങ്ങൾ പൊക്കോ. നോ നോ നോ. അതെന്താ? ചെറിയ പെൺകുട്ടികളെ ഇങ്ങനെ നിരാശപ്പെടുത്തരുത്. വെർജിൻ പെൺകുട്ടികളുടെ ശാപം നിങ്ങളെ വെറുതെ വിടില്ല. കിളവി വെർജിൻ അടിച്ചു പുറത്താക്കടാ. രമ്യ, come on. വാ സർലാമേ, നമുക്ക് വേറെ ചെക്കനെ നോക്കാം. പെണ്ണിന്റെ പേര് രമ്യ, വയസ്സ് 26. ഇതുവരെ സ്കൂളിലൊരു പ്രേമം, കോളേജിലൊരു പ്രേമം. ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ, സ്കൂളിൽ പഠിക്കുമ്പോ കോളേജ് പയ്യനെ പ്രേമിച്ചു, കോളേജ് പഠിക്കുമ്പോ ജോലിക്ക് പോകുന്ന പയ്യനെ പ്രേമിച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? അവൾക്ക് അവളെക്കാൾ പ്രായമുള്ള ആണുങ്ങളെയാ ഇഷ്ടം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അതിലൊരു ചാൻസ്. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ വിണ്ണൈ താണ്ടി വരുമോ, ഇഷ്ടമല്ലാത്ത പടം തൃഷ അല്ലെങ്കിൽ നയൻതാര. പ്രായമുള്ളവരെ കണ്ട അവള് ജീവൻ കൊടുക്കും. സ്മോൾ ഏജിൽ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും. എന്നാ അവളിപ്പോ ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. ഈ കാലത്തിലെ പെണ്ണുങ്ങള് പബ്ബ് എന്നൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇതുപോലത്തെ നല്ല പെണ്ണുങ്ങളും കുറച്ചൊക്കെ ഉണ്ടല്ലോ. അതെ, ആ ഓൾഡ് ഏജ് ഹോം ഗ്യാങ്ങിനോടൊപ്പം രമ്യ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അല്ല, എങ്ങനെ ഇത്ര ഇൻഫർമേഷൻ ഒക്കെ ഓവർനൈറ്റിൽ നീ കളക്ട് ചെയ്തത്? അവളുടെ വീട്ടിലെ ജോലിക്കാരി കാമിനി. ഓക്കേ, ഗുഡ് കമ്പനി. മൈക്കിൾ, ഓൾഡ് ഏജ് ഹോം എല്ലാം കൂടെ ദാ വരുന്നു. നമ്മുടെ ആള് മുത്തശ്ശാണ്, വേഗം വാ പോവാം.
തോന്നുന്നു. ഞാനും അവളുടെ കൂടെ പോവാ. മാറ് 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 മാറ്. എടാ ഒന്ന് പിടിച്ചേ, പിടിക്കടാ, വീഴും. ഒന്നും പറ്റിയില്ലല്ലോ. ഇവളെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? സാർ, ഹലോ, നിങ്ങളെ എവിടെയോ കണ്ടതുപോലെയുണ്ടല്ലോ. നിന്നെ കാണുമ്പോഴേ എവിടെ കണ്ടു. സർലാമേ, എനിക്കൊന്ന് ബ്ലഡ് ബാങ്ക് വരെ ഒന്ന് പോണം. നിങ്ങള് സ്ക്രീൻ 3ലേക്ക് പോയിക്കോളൂ. ഓക്കെ, സോറി അമ്മേ. ഇതൊന്നും വേണ്ട. ബൈ, സീ യു. ബൈ. ഭയങ്കര തിരക്കാട്ടോ. എന്താ എന്റെ പേര്? എന്റെ പേര് അശ്വിൻ. അശ്വിൻ. അശ്വിൻ, ആ ഇന്റർവ്യൂ അശ്വിൻ. അതന്നെ. നിങ്ങളിപ്പോൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ല, എന്ത് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ചോദിച്ചേ. ടീച്ചർ. ഏത് ടീച്ചറാ? യോഗ ടീച്ചർ. യോഗ ടീച്ചർ അതാ ഇത്ര യങ്ങായിട്ടുള്ളത്. ഹാൻഡ്സും അടിപൊളിയായിട്ടുണ്ട്. നീ കൂടുതൽ വികാരവതിയാകല്ലേ. സരളെ, നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യാ? ഇയാളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു കാണും. ഭാര്യ പറയുന്നത് കേട്ട് മോൻ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും. നന്നായിട്ടുണ്ടല്ലോ. എവിടെ ഒരു വശപ്പശകുണ്ടല്ലോ. എവിടെ ഒരു പെശകില്ല. ഇവിടെയാണ് ഇത്തിരി പെശക്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് പടം കാണാം. ആദ്യം ഇവൻ പിടിച്ചു, പിന്നെ അവള് പിടിക്കുന്നു. പെണ്ണുങ്ങളെ ഇവൻ എങ്ങനെയെങ്കിലും കറക്കിയെടുക്കും. ഹലോ മച്ചാനെ, ഒരു ചെറിയ പ്ലാനുണ്ട്. പറ മച്ചാനെ. രാത്രി 12 മണിക്ക് രമ്യയുടെ വീട് വരെ ഒന്ന് പോണം. രമ്യയുടെ വീട്ടിലോ? എന്താ കാര്യം? എന്തോടാ ചെയ്യുന്നേ? ചാറ്റും ചെയ്യാ. അതിന് താന്തിനാടോ ഇങ്ങനെ ഒന്നുമില്ല നിൽക്കുന്നേ? 10 മണിക്ക് ശേഷം ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നേ. കഥ കിടച്ചിട്ട് പോടോ. നീ എന്തെങ്കിലും ഇട്ടിട്ട് കിടന്ന് ഉറങ്ങടാ. കാണാൻ പാടില്ലാത്തത് കണ്ടു. അല്ല, എന്തേ? എന്താന്നോ, അവക്കിന്ന് ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേയോ? സർപ്രൈസ് ആകട്ടെന്ന് കരുതി ഒരു കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. ശരി, ഓക്കെ. നീ ലൊക്കേഷൻ ഷെയർ ചെയ്യേ, ഞാൻ വന്നേക്കാം. ഞാൻ ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്തേക്കാം. സണ്ണി ലിയോന്റെ വീഡിയോ എന്തെങ്കിലും അയക്കാൻ പറ്റുമോ? ചെയ്യാം. വീഡിയോസ് കണ്ട് നീ ഇപ്പൊ എന്തുവാടാ ചെയ്യാൻ പോകുന്നേ? കൊല്ലുന്നുണ്ടല്ലോ ഉമ്മാര്. ഇപ്പോഴാ മനസ്സിലായി ഈ വയസ്സിലും പെൺകുട്ടികൾ ഇയാളുടെ പിറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നെന്ന്. ഇയാൾ യോഗ ചെയ്യാണോ അതോ ശ്ലോകാണോ ചൊല്ലുന്നത്? വാട്ട് എ സ്റ്റൈൽ. സരളേ, വികാരവതിയാകല്ലേ. സ്വാമി, എനിക്കത് വേണം. അയ്യോ, ചുണ്ടിൽ കടിക്കുന്നവനായവൻ. ഞാൻ പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. അയ്യോ, അവൻ ചെമ്പു ഫാനാ. ഞാൻ നയൻതാരയുടെ ഫാനാ. അയ്യോ, ഇവളെ കൊണ്ട് തോറ്റു. പ്രായം കഴിഞ്ഞാ പിന്നെ എനിക്ക് എപ്പ കിട്ടാനാ? ഞാൻ ചത്തുപോകും. അത് ഇവളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. മുത്തശ്ശ, ഞാൻ ഇവിടെയാ മോളെ, ഇങ്ങോട്ട് വാ. സ്വാമി സർ, ഞാൻ ഇവിടെയുണ്ട്. മനോഹരൻ ചേട്ടാ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ അവിടെയുണ്ട്. അപ്പോ ഇതാരാ? മുത്തശ്ശ, എനിക്ക് നിങ്ങളുടെ പേര് ഓർമ്മയില്ല. എങ്ങനെ ഓർമ്മയുണ്ടാകും? ഒരു പെണ്ണിന് ഒരാളുടെ പേര് ഓർമ്മയുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണ്ടേ? ഇവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ മുത്തശ്ശ, ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരാം. താനിങ്ങോട്ട് വാടോ. നീ ഇങ്ങോട്ട് വാ. താനെങ്കിലും ഒന്ന് വാടോ. കേക്ക് ഒന്ന് മുറിക്കുന്നുണ്ടോ? ദയവ് ചെയ്തൊന്ന് വെക്ക്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മുത്തശ്ശ, ഇതാ സലാമേ. ഇതാ മുത്തശ്ശ. ഞാൻ കൊടുക്കാം. സുപ്നി സർ, എനിക്കോ? എടുത്തോളൂ. ആശു മച്ചാനെ, രാത്രി മുഴുവൻ ഉറങ്ങാതെ കൈവേദനയ്ക്ക് എന്തോ ചെയ്യുകയായിരുന്നു. അങ്ങനെ എന്താ ചെയ്തേ? എടോ ഗിഫ്റ്റ്. അതൊന്ന് എടുക്കടോ. ഫോർ മീ. അശ്വിൻ, അവൾക്ക് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ, എനിക്കെന്താ ഗിഫ്റ്റ് ഇല്ലേ? ഇന്ന് ബർത്ത്ഡേ ആർക്കാ? അവൾക്കല്ലേ? അതല്ലേ ഓപ്പൺ ചെയ്തോട്ടെ. വാങ്ങിക്കോ. തുറന്നു.
മുത്തശ്ശനും ഇല്ലാത്തതുകൊണ്ട് ഇല്ലത്തിലുള്ള എല്ലാവരെയും സ്വന്തം മുത്തശ്ശനായിട്ടല്ല നോക്കുന്നത്. അതുകൊണ്ട് നിന്റെ മുത്തശ്ശി നിന്റെ കൂടെ ഉണ്ടായാൽ നന്നായിട്ടുണ്ടാവുമെന്ന് നീലിൻ്റെ അടുത്ത് ഫോട്ടോ വാങ്ങിച്ച് നിനക്ക് വേണ്ടി വരച്ചതാ. ഇവളെയും അവൻ കറക്കി എടുക്കും. ഞാനൊരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് പോലും അവരുടെ ഫോട്ടോ ഇല്ലാന്ന് പറഞ്ഞ് ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ എന്നല്ലാതെ അവരെ പെയിന്റ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. സൂപ്പർ മുത്തശ്ശ. താങ്ക് യു വെരി മച്ച്. അശ്വിൻ മുത്തശ്ശൻ, നിങ്ങളെയും നിങ്ങളുടെ പേരിനെയും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. താങ്ക് യു. അടിപൊളി. കേട്ടില്ലടാ നിനക്ക്. ബൈ. എന്തുവാടി അദ്ദേഹം തീയാ. നീ പിടി വിട്ടുപോയി. സോ നൈസ്. അശ്വിൻ മുത്തശ്ശന്റെ ഫോൺ നമ്പർ എനിക്ക് വേണം.